ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. വേല ചെയ്യുവാൻ മനസ്സിലാത്തവൻ തിന്നുകയുമരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണ്, വേല ചെയ്യുവാൻ മനസ്സിലാത്തവൻ തിന്നുകയും അരുത്. വേല ചെയ്യാതെ ഭക്ഷണം കഴിക്കരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് എന്ത് വേലയാണെങ്കിലും, സുവിശേഷ വേലയാണെങ്കിലും അല്ല മറ്റുള്ള ജോലികളാണെങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് മാതൃക കാണിച്ചു തന്നു നിങ്ങൾക്ക്. രാവും പകലും വേല ചെയ്തു, ആരുടെയും ആഹാരം ഞങ്ങൾ വെറുതെ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, ഒരു അപ്പോസ്തലൻ, അനേക സഭകൾ സ്ഥാപിച്ചവൻ. അദ്ദേഹം മറ്റുള്ളവർക്കൊരു മാതൃക കാണിക്കുവാൻ വേണ്ടി രാവും പകലും കൂടാരപ്പണി ചെയ്തുകൊണ്ട് അവൻ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയതിന് ശേഷം, ദൈവം ആദാമിനെ ഹവ്വായെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഈ തോട്ടത്തിൽ വേല ചെയ്യണം, ഇതിനെ കാക്കണം. വെറുതെ അവരോട് വന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ പോകാനായിട്ട് ദൈവം പറഞ്ഞില്ല. തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടത്തിൽ ഭക്ഷണം കഴിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം അവരെ ആക്കിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സുവിശേഷകൻ എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പാസ്റ്റർ എന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾ, അവർ ആ പോസ്റ്റിൽ വന്നതോടുകൂടി പിന്നീട് മറ്റുള്ള ഒരു ജോലിയും അവർ ചെയ്യുകയില്ല. അതെന്തോ ഒരു പൊസിഷനിലേക്ക് അവർ എത്തപ്പെട്ടതുപോലെയാണ് അവരുടെ ഒരു നിലപാട്. അവർ ഒരു പൊസിഷനിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരെ കുറിച്ചല്ല ഞാനിത് പറയുന്നത്. വളരെ നന്നായിട്ട് കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുകയും രാവും പകലും കർത്താവിന് വേണ്ടി ഓടുകയും അതുപോലെ തന്നെ ഉപവാസം ഇരിക്കുകയും തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വളരെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ തെസ്സലോനിക്ക സഭയിലുള്ള ചില സഹോദരന്മാരെ പരകാര്യം നോക്കി ഒട്ടും വേല ചെയ്യാതെ മെനക്കെട്ട് നടക്കുന്നവർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരോട് പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ചിലർ വേല ചെയ്യാതെ പരകാര്യം നോക്കി നടക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് വേല ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട. അത് സുവിശേഷ വേലയിൽ ഒരു വെളിയിൽ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണെങ്കിലും ശരിയായ നിലയിൽ അവർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കാൻ യോഗ്യനല്ല, കർത്തമേശ എടുക്കാനും യോഗ്യനല്ല. ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കണ്ട എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. വേല ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നമ്മളെക്കുറിച്ച്, നമ്മൾ നന്നായിട്ട് വേല ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതൊരു മാതൃകയാണ്, മറ്റുള്ളവരുടെ മുൻപിൽ അതൊരു മാതൃകയാണ്. 10 വിശ്വാസികളെ കിട്ടിക്കഴിഞ്ഞ ഒരു സഭ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ആ സുവിശേഷകനോ ആ പാസ്റ്ററോ പിന്നെ വേറെ ഒരു ജോലിയും ചെയ്യില്ല എന്ന് ഒരു ദുരഭിമാനത്തോടു കൂടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. സൈഡായിട്ട് ആ സഭയുടെ പ്രാരംഭഘട്ടത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് വിശ്വാസികളിൽ നിന്നൊന്നും കൈപ്പറ്റാതെ പ്രാരംഭമായിട്ടുള്ള വളർച്ചയിൽ അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത് യാതൊരു തെറ്റുള്ള കാര്യമല്ല. അത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുക, എന്നിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തുക. ഒരു പാസ്റ്റർ എന്നുള്ള ഒരു പദവി അലങ്കരിച്ച് ഞാനെന്തോ വലിയ ആളാണെന്നുള്ള ഭാവത്തിലിരിക്കാതെ തനിക്കും തൻ്റെ കൂടെയുള്ള സഹവിശ്വാസികൾക്കും തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു കൽപ്പനയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം. നിങ്ങൾ പരകാര്യം നോക്കി നടക്കരുത്, നിങ്ങൾ വേല ചെയ്യണമെന്ന് നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേല ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട. വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കണ്ട, പട്ടിണി കിടന്നോളാം. വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കണ്ട എന്നാണ് പൗലോസ് പറയുന്നത്. വിശ്വസ്തന്മാരായ അനേക ദൈവദാസന്മാരുണ്ട്. അവരെ മറന്നിട്ടോ അവരെ ഓർക്കാതെ അല്ല ഇത് പറയുന്നത്. ചില ആളുകൾ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ട പല കാര്യങ്ങളാണ്, തമിഴ്നാട്ടിൽ കണ്ട ചില കാര്യങ്ങളാണ്. ഇവിടെ പാസ്റ്റർമാരെന്ന് പേരുള്ള ചില ആളുകൾ ചില വീടുകളിലെല്ലാം പോകും. അവരുടെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് അവർ വീടുകളിൽ പോയിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഒന്നും അറിയിക്കില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും. അങ്ങനെ ആ വീട്ടിൽ രോഗമുള്ളതോ പ്രയാസമുള്ള ആരെങ്കിലും ഒരാളുണ്ടാവും. അങ്ങനെ അത് ഹിന്ദു കുടുംബങ്ങളോ ഏതെങ്കിലും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കയറിയിട്ട് അവർ പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഈ കുടുംബം ഇവർക്ക് എന്തെങ്കിലും ഒരു പണം കൊടുക്കും. ആ പണം വാങ്ങിയിട്ട് അവർ മുന്നോട്ട് പോകും. ഇത് വേറൊരു തട്ടിപ്പ് വേലയാണ്. കാരണം ഇതൊന്നും ദൈവം പറഞ്ഞ വേലയൊന്നുമല്ല. യോഹന്നാൻ സുവിശേഷം നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നത്, ഞങ്ങൾ ജാതികളോടൊന്നും വാങ്ങാതെ നിങ്ങൾക്ക് മാതൃക കാണിച്ചു എന്നാണ് പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത ഒരുത്തിൻ്റെ പണം എടുത്ത് സുവിശേഷ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മളിതൊക്കെ വളരെ പിടിക്കേണ്ട കാര്യം. ഇന്ന് അതൊക്കെ മാറിപ്പോയി. ഇന്ന് ആര് പണം തന്നാലും മേടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. ഏത് കൊള്ളക്കാരൻ പണം തന്നാലും കുഴപ്പമില്ല, പിടിച്ചുപറിക്കാരൻ തന്നാലും കുഴപ്പമില്ല,
മറ്റേ രക്ഷിക്കപ്പെടാത്തവൻ തന്നാലും കുഴപ്പമില്ല, ഏത് നിലയിലുള്ളവർ തന്നാലും വാങ്ങി വെച്ച് സുവിശേഷ പ്രവർത്തനം നടത്തുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ വിൽക്കുന്ന അനേക ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ സഭയുള്ളെങ്കിലും വലിയ സഭയുണ്ടെങ്കിലും നന്നായിട്ട് പോരാടി അധ്വാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തന്നെയല്ല, ആ സഭാവിശ്വാസികളെല്ലാവരും ജോലി ചെയ്ത് അവർ സമ്പാദിക്കണം. അവരുടെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അവർ സമ്പാദിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. വേല ചെയ്യുക എന്നുള്ളത് ദൈവ ഇഷ്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. വേല എന്നത് പല തരത്തിലുണ്ട്. ഒരു സ്വയം തൊഴിലൊരു വേലയായിരിക്കാം, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഒരു വേലയാണ്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വേലയാണ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ, ഒരു ഗവൺമെൻറ് ഓഫീസിൽ, സർവീസിലൊക്കെ ജോലി ചെയ്യുന്നത് ഒരു വേല തന്നെയാണ്. ഈ ഓരോ വേലയിലും ദൈവം ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് വിളിച്ചാക്കിയിട്ടുണ്ട്. ഓരോ വേലയിലായിരിക്കുന്നതും ദൈവത്തിൻ്റെ ഹിതത്തിലാണ്. ദൈവഹിതമല്ലാത്ത വേലയിലേക്ക് നാം പോകേണ്ട കാര്യമില്ല. ദൈവഹിതത്തിൽ നാം വേല ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് ദൈവം നമ്മളെ ഓരോ സ്ഥലത്താക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ഉയർന്ന ഒരു പദവിയിലേക്ക് ദൈവം അവനെ കൊണ്ടുപോകും. അവൻ എവിടെ ആയിരുന്നാലും ഒരു വേലയ്ക്ക് അവൻ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് പ്രധാനമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ദൈവമക്കൾ, അത് സുവിശേഷ വേല ചെയ്യുന്ന ദൈവമക്കൾ, അതുകൂടാതെ ഫാക്ടറികളിൽ, ഓഫീസുകളിൽ, സ്കൂളുകളിൽ, മറ്റേ ആസ്പത്രികളിൽ, എല്ലായിടത്തും ജോലി ചെയ്യുന്ന എല്ലാ ദൈവമക്കളും പാലിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വചനത്തിൽ നാം പങ്കുവയ്ക്കാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. ഒന്ന്, നാം മനസ്സിലാക്കേണ്ടത്, നാം വേല ചെയ്യുന്ന ഇടം ദൈവഹിതത്തിലായിരിക്കണം. നമുക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കണം, ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. ചില ആളുകൾ, നമുക്ക് ദൈവം വിളിക്കാത്തടുത്ത് പോയി നമ്മൾ ജോലി ചെയ്യുവാനായിട്ട് പാടില്ല. ഒരു ദൈവമകളെ ബാർ കമ്പനിയിലേക്ക് ജോലിക്ക് വിളിച്ചാൽ നല്ല ശമ്പളം കിട്ടുമായിരിക്കും, പക്ഷേ അവിടെ പോകുന്നത് യോഗ്യമല്ല. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ വേല ചെയ്യുക എന്നുള്ളത് ദൈവഹിതത്തിൽപ്പെട്ട ഒരു കാര്യമായിരിക്കണം. വേലയ്ക്ക് വേണ്ട ചില ക്വാളിറ്റീസിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒന്ന്, വേലയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പരമാർത്ഥതയാണ്. നാം ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്നോ, ഏത് സ്ഥലത്ത് വേല ചെയ്യുന്നോ, അവിടെ നമുക്ക് പരമാർത്ഥമായൊരു ഹൃദയം ഉണ്ടായിരിക്കണം. കർത്താവ് തൻ്റെ സുവിശേഷത്തിൽ പറയേണ്ടായി, പർവ്വത പ്രസംഗത്തിൽ പറയേണ്ടായി, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഒരു ഹൃദയശുദ്ധി ഉണ്ടാവുക, ഒരു പരമാർത്ഥത ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകമെങ്ങും വളരെ സൂത്രങ്ങളും കപടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു കമ്പനിയിലാണെങ്കിലും, ഒരു ജോലി സ്ഥലത്താണെങ്കിലും, ഒരു ഓഫീസിലാണെങ്കിലും, ഒരു സ്കൂളിലാണെങ്കിലും, എവിടെയാണെങ്കിലും കപടവും സൂത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മളും ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അത് കുറച്ച് റിസ്ക്കാണ്. എന്നാലും ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ, അവൻ എപ്പോഴും പരമാർത്ഥ ഹൃദയമുള്ളവനായിട്ട് തന്നെ അവിടെ ജോലി ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ വേലയ്ക്ക് വേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പരമാർത്ഥമായ ഒരു ഹൃദയമാണ്. പരമാർത്ഥമായ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ഏതെല്ലാം കെണികൾ പിശാച് ഒരുക്കി വെച്ചാലും അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ യോസെഫിനെ തൻ്റെ സഹോദരന്മാർ ആദ്യമേ എടുത്ത് പൊട്ടക്കിണറിലിട്ടു. അതിനുശേഷം അവനെ മിദ്യാനെ കച്ചവടക്കാർക്ക് വിറ്റു. അങ്ങനെ അവനെ മാർക്കറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ അകമ്പടി നായകനായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി അവനെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അവനവിടെ ജോലി ചെയ്യാനായിട്ട് ആരംഭിച്ചു. അവൻ അവിടെ നിന്ന് ഒളിച്ചോടി പോകാനും ശ്രമിച്ചൊന്നുമില്ല. അവൻ ദൈവഹിതത്തിൽ അവിടെ ആയിരുന്നു. കാരണം അതൊക്കെ അവനെ ദൈവം ഉയർത്തുവാനുള്ള പദ്ധതികളുടെ ചില ചവിട്ടുപടികൾ മാത്രമായിരുന്നു. അതുകൊണ്ട് അവനവിടെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവനോട് കൂടെ ദൈവം ഉണ്ടെന്ന് പോത്തിഫറിന് മനസ്സിലായി. കാരണം അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം അവനെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങി. പോത്തിഫറിൻ്റെ എന്ത് കൃഷി ചെയ്താലും, എന്ത് കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം ഭയങ്കര ബ്ലെസ്സിങ് ആവുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്ന് അത് അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ദൈവ പൈതൽ ഒരു ആശുപത്രി, വലിയൊരു ആശുപത്രി ആയിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറി ആയിരിക്കാം, എവിടെയാണോ ഒരു ദൈവ പൈതൽ ഉണ്ടായിരിക്കുക, ദൈവഹിതത്തിൽ അവിടെ വേല ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനി, ആ ഫാക്ടറി, ആ സ്ഥാപനം ദൈവം അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിറയെ അത് പറയുവാനായിട്ടുണ്ട്. ഞാനത് 4-5 കമ്പനികളിൽ മാർക്കറ്റിംഗ് വേല ചെയ്തിട്ടുണ്ട്. ആ കമ്പനികളെ ഞാൻ നിന്ന സമയത്തെല്ലാം കമ്പനികളെല്ലാം മേലേക്ക് കയറി പോന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പലതിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് താനും. ഞാൻ എന്നെക്കുറിച്ച് പൊക്കി പറഞ്ഞതൊന്നുമല്ല. ഞാൻ പറഞ്ഞ ഒരു ദൈവ പൈതൽ നിൽക്കുന്നിടത്ത് പരമാർത്ഥതയോടെ നിന്നാൽ തീർച്ചയായിട്ടും ദൈവം ആ വ്യക്തി മുഖാന്തരം ആ സ്ഥാപനത്തെ അനുഗ്രഹിക്കും. ഇവിടെ പോത്തിഫറിൻ്റെ വീട്ടിൽ യോസെഫ് നിന്നപ്പോൾ യോസെഫ് മുഖാന്തരം പോത്തിഫറിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം അവനെ അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ പോത്തിഫർ അവനെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അവിടെ എല്ലാ കാര്യങ്ങളും പോത്തിഫർ യോസെഫിനെ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രൊമോഷൻ, ഒരു ശമ്പള വർധനവ്, ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് പരമാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. പരമാർത്ഥ ഹൃദയമില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ജോലി വർധനവോ ഒരു ശമ്പള വർധനവോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല.
ഇവിടെ പോത്തിഫറിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന യോസെഫിനെ പ്രീണിപ്പിക്കുവാനായിട്ട് അവനെ ദുരുപയോഗം ചെയ്യുവാനായിട്ട് പോത്തിഫറിൻ്റെ ഭാര്യ അവൻ്റെ പിന്നാലെ നടന്നു. എന്നാൽ അവൻ അവിടുന്ന് അവൻ്റെ ഉടുപ്പ് ഊരി കളഞ്ഞിട്ട് അവൻ അവിടുന്ന് ഓടിപ്പോയി. അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം അവനെ കയറ്റുകയായിരുന്നു. അപ്പോൾ ദുഷ്ടരായ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗവും പരമാർത്ഥമായൊരു ഹൃദയമാണ്. നമുക്ക് പരമാർത്ഥമായൊരു ഹൃദയം ഉണ്ടെങ്കിൽ ദൈവം നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവനാണ്. പരമാർത്ഥ ഹൃദയമുള്ളവനെ ചതിവുള്ള വഞ്ചനയുള്ള സ്ത്രീകളിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരു ജോലിക്ക് വേണ്ടത് ഹൃദയ പരമാർത്ഥതയാണ്. രണ്ടാമത്തെ കാര്യം ഒരു ജോലിക്ക് അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് വിശ്വസ്തത. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ വിശ്വസ്തത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. നാം ജോലി ചെയ്യുന്നിടത്ത്, നാം വേല ചെയ്യുന്നിടത്ത്, അത് എന്ത് ചെറുതും വലുതുമായ ജോലി ആയിക്കോട്ടെ, എന്ത് ജോലിയിലാണെങ്കിലും നമുക്ക് വിശ്വസ്തമായിട്ട് അവിടെ ജോലി ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ചെറുതും വലുതുമായ അനേക തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്, അനേക ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്, ചെറിയതായിട്ടുള്ള അനേക ജോലികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് വേല 25 വർഷത്തോളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള തൊഴിലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഒരളവ് വരെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെയൊക്കെ വർധനവും ദൈവം തരുവാൻ തക്കോണം ഇടയായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത. നാം നിൽക്കുന്നിടത്ത്, വേല ചെയ്യുന്നിടത്ത് നമ്മുടെ യജമാനൻ, നമ്മുടെ മുതലാളി നമ്മളെ നോക്കുന്ന നിലയിലല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണ് നമ്മുടെ നേരെ ഉണ്ട്. ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ പിന്തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം വിശ്വസ്തയോടുകൂടി നാം അവിടെ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അവിടെ ഉയർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത് പരമാർത്ഥമായൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത് വിശ്വസ്തമായ ഒരു സേവനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം അവിടുത്തെ മേലുദ്യോഗസ്ഥന് നമ്മളെ വിശ്വസിക്കാൻ പറ്റണം. അയാൾ ഒരു ചതിയനല്ല, ഒരു വഞ്ചകനല്ല. കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ അവൻ പ്രയോജനപ്പെടുന്ന ഒരുവനാണ് എന്ന് അതിൻ്റെ മുതലാളിക്ക്, അതിൻ്റെ ഓണർക്ക് മനസ്സിലാക്കുവാൻ തക്കോണം നാം വിശ്വസ്തരായിരിക്കണം. ദൈവമക്കളെക്കുറിച്ച് ദൈവം ഇത് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എവിടെയായിരുന്നാലും അവിടെ വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വസ്തന്മാരെ ദൈവം ഉറപ്പായിട്ടും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും വിശ്വസ്തനായിട്ട് ജോലി ചെയ്യുന്നവനെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയങ്ങളുമില്ല. കൊച്ചിയിലെ ഒരു സംഭവം ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ 10-30 വർഷത്തിന് മുമ്പാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു സംഭവം ഉണ്ടായത്. ഇങ്ങനെ പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം തോറും ഒരു ജർമ്മൻകാരൻ സായിപ്പോറ്റെ, ജർമ്മൻകാരനാണോ എനിക്കറിയില്ല, എനിക്ക് അത്ര ഓർമ്മയില്ല, ഒരു സായിപ്പ് 2 മാസം കൂടുമ്പോഴോ മാസം തോറുമോ അവിടെ തൻ്റെ ചില ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊച്ചിയിൽ വരും. അങ്ങനെ കൊച്ചിയിൽ വരുമ്പോൾ മേനകയിൽ വന്നിട്ട് അദ്ദേഹം, അല്ലെങ്കിൽ ജെട്ടിയിൽ വന്നിട്ട് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ വിളിക്കും. ചിലപ്പോൾ ജ്യൂസ് സ്ട്രീറ്റിൽ നിന്നായിരിക്കും. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവിടെയെല്ലാം ചെറിയ വഴികളാണല്ലോ. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ചില വ്യാപാര സ്ഥാപനങ്ങളിൽ പോകണം, അതുപോലെ ബാങ്കുകളിൽ പോകണം. അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് അത് വെയിറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ അദ്ദേഹം കയറി ഇറങ്ങി തിരിച്ചു വരും. അങ്ങനെ അദ്ദേഹം പല സന്ദർഭങ്ങളിലും കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം ഓരോ തവണ വരുമ്പോൾ ഓരോ ഓട്ടോറിക്ഷക്കാരാണ് അദ്ദേഹം വിളിക്കുന്നത്. ഇത്തവണ വന്നപ്പോൾ ഒരു പുതിയ ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു. അദ്ദേഹം അയാളെ കൊണ്ടുപോയി ഒരു ഉച്ച വരെയും, അവരൊരു 9 മണിക്ക് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഉച്ച വരെ 1 മണി വരെയൊക്കെ അവർ പല സ്ഥാപനങ്ങളും കയറി ഇറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു എത്രയാണ് ചാർജ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം 450 രൂപ എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് അത് വലിയ എമൗണ്ട് ആണ് കേട്ടോ, 450 രൂപ എന്ന് പറയുന്നത്. ഈ സായിപ്പ് ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. കാരണം താൻ ഇതിനു മുമ്പ് വന്ന സമയത്തെല്ലാം ഓട്ടോറിക്ഷ കൂലിയായിട്ട് തന്നോട് വാങ്ങിയിരിക്കുന്നത് 3000, 4000, 5000. ഇവിടെ ഈ ഒരു ഓട്ടോറിക്ഷക്കാരൻ 450 രൂപ വാങ്ങിച്ചപ്പോൾ ഈ സായിപ്പിനൊരു അത്ഭുതം. സായിപ്പ് ചോദിച്ചു, ഈ ഓട്ടോറിക്ഷ നിങ്ങളുടെ സ്വന്തമാണ്, അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ പണം വാങ്ങുന്നതെന്ന് ചോദിച്ചു. ഇല്ല, ഇതെൻ്റെ സ്വന്തമൊന്നുമല്ല, ഇത് ഞാൻ വാടക എടുത്ത് ഓടിക്കുന്നതാണ്. ഒരു ദിവസം എനിക്ക് ഇത്ര രൂപ വാടക കൊടുക്കണം, 250 രൂപയ്ക്ക് അന്ന് വാടക കൊടുക്കണം. ബാക്കി എനിക്ക് ഫുൾ ഓടുമ്പോൾ കിട്ടുന്നത് എനിക്ക് എൻ്റെ ലാഭമാണ്, എൻ്റെ പെട്രോൾ കാശ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എൻ്റെ ലാഭമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഒന്നുകൂടെ ആശ്ചര്യമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് തന്നോടപ്പോൾ എത്ര രൂപയാണ് അവർ അധികമായിട്ട് വാങ്ങിയതെന്ന് താൻ ആശ്ചര്യപ്പെട്ടു പോയി. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യുമോ, നമുക്ക് ഒരിടം വരെയും കൂടി, ഒരു ബാങ്കിലും കൂടി എനിക്കൊന്ന് പോകണം, നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അവിടെ അടുത്തുള്ള ഒരു ബാങ്കിലേക്ക്, ഇദ്ദേഹത്തിന് പരിചയമുള്ള, ഈ സായിപ്പിന് പരിചയമുള്ള ഒരു ബാങ്കിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് മാനേജറുടെ ക്യാബിനിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു പുതിയ ഓട്ടോറിക്ഷ ഉടനെ ആവശ്യമുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ കമ്പനി ഏതാണ് ഏറ്റവും നല്ല കമ്പനി എന്ന് അന്വേഷിച്ചിട്ട് ഉടനെ തന്നെ അതിന് എത്ര രൂപയാകും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് എനിക്ക് തരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ബാങ്ക് മാനേജർ അപ്പം തന്നെ ബജാജ് ഓട്ടോ സർവീസിലേക്ക് വിളിച്ചു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഒരു ഓട്ടോറിക്ഷയ്ക്ക് അന്ന് വേണ്ട എമൗണ്ട് എത്രയോ, 1,00,000 താഴെ ഏതാണ്ടെന്നുള്ളൂ തോന്നുന്നുണ്ട്. ആ എമൗണ്ട് പറഞ്ഞു. അപ്പം തന്നെ അതിൻ്റെ DD ഇദ്ദേഹം തയ്യാറാക്കി ഈ മനുഷ്യൻ്റെ പേരിൽ റെഡിയാക്കി അവിടെ വെച്ചു.
അങ്ങനെ പിറ്റേ ദിവസം ഈ ഓട്ടോറിക്ഷ ഇയാൾക്ക് കിട്ടുന്ന സമയത്ത് ഇത് വാർത്താ മാധ്യമങ്ങളിലെല്ലാം വളരെ അത് അച്ചടിച്ച് വരികയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3000-ഉം 5000-ഉം വാങ്ങിയാൽ അതുകൊണ്ട് മാത്രം തൃപ്തി അടച്ച് പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ ഒരു സാധാരണക്കാരനായ വാടകയ്ക്കെടുത്ത് വണ്ടി ഓടിക്കുന്ന ആ ഒരു മനുഷ്യൻ തൻ്റെ വിശ്വസ്തയോടുകൂടി താൻ ആ ജോലി ചെയ്തതിന് അവനൊരു പ്രതിഫലം കിട്ടി, ഒരു പുതിയ ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് അവന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ഏതൊരു വ്യക്തി എവിടെ വിശ്വസ്തനായിട്ട് വേല ചെയ്യുന്നുവോ, ജോലി ചെയ്യുന്നുവോ, ദൈവം തീർച്ചയായിട്ടും അവനെ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്നാൽ അവിശ്വസ്തമായ ഹൃദയങ്ങളിലോ അവിശ്വസ്തമായ മനുഷ്യർ ഉയർത്തപ്പെടുന്നത് നമ്മൾ കാണുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും വെച്ച് അവർ പരാജയപ്പെട്ടു പോകും. ഞാൻ ഒരിക്കൽ ഒരു യാത്ര, എന്നോട് വർക്കിനോടുള്ള ബന്ധത്തിൽ യാത്ര കഴിഞ്ഞ് ഹൈവേ വഴി വരുമ്പോൾ അവിടെ സൈഡിൽ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ടല്ല, ഞാനൊരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. ഞാൻ ചായ കുടിക്കാനായിട്ട് ചായ ഓർഡർ ചെയ്തു, ചായ കൊണ്ടുവന്നു, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ അവിടെ ബൈക്കിൽ വേറെ 2 ആളുകൾ വരുന്നു. അവർ 2 മറ്റേ ജ്യൂസോ എന്തോ ഓർഡർ ചെയ്തു. അതിനുശേഷം അവർ ഒരു 2 ഡബിൾ ഓംലേറ്റ് തരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ അകത്ത് ഹോട്ടലും പുറത്തതിനുള്ള സൗകര്യങ്ങളല്ലാണ്ട് ആ പുറത്ത് ഒരു 4-5 ഡെസ്ക് ഇട്ടിട്ടുണ്ട്. അവിടെ ആളുകളിൽ ഞാനും ഈ പുതുതായിട്ട് വന്ന് 2 പേരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവർ ഈ ഓംലേറ്റ് പറഞ്ഞു. ഓംലേറ്റ് പറഞ്ഞപ്പോൾ ഈ ചായ അടിക്കുന്ന പുള്ളി പറഞ്ഞു, ഓണറോട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ രാവിലെ പറഞ്ഞതല്ലേ സബോള അരിഞ്ഞു വെക്കുവാനായിട്ട്, നീ എന്നോട് എപ്പോൾ പറഞ്ഞു? അതിപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞാൽ പോരെ, സബോള ഇപ്പോൾ അരിഞ്ഞുകൊണ്ട് വരില്ലേ? സബോള ഇവിടെ മുട്ട ചോദിക്കുമ്പോൾ സബോള കൊടുക്കും. ഇവർ 2 പേരും ഒരു ചെറിയ കാശവിശ, ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ഒരു ചെറിയ സംസാരം അവിടെ ഉണ്ടായി. ഉടനെ തന്നെ മുതലാളി സബോള അരിയാനായിട്ട് അകത്തേക്ക് പോയ സമയത്ത് ഡബിൾ ഓംലേറ്റ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഇവൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു ഗ്ലാസ്സിലേക്ക് 3 മുട്ട വെച്ച് പൊട്ടിച്ചൊഴിച്ചു. അപ്പോൾ 2 ഡബിൾ ഓംലേറ്റിന് പകരം അവൻ 3 മുട്ട വീതം 2 ഗ്ലാസ്സിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇവർക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടത്. പിന്നെ അയാൾ സബോള അരിഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതുകൂടെ മിക്സ് ചെയ്ത് ഇവർക്ക് കൊടുത്തു. നഷ്ടം ആർക്കാണ്? മുതലാളിക്ക് നഷ്ടം. അങ്ങനെ അവിശ്വസ്തമായിട്ട് ജോലി ചെയ്യുന്ന ആ മനുഷ്യൻ എവിടം വരെ ഉയരാനായിട്ട് പറ്റും? അവനധികം ഉയരാനായിട്ട് പറ്റുകയില്ല. മുതലാളിയെ കബളിപ്പിക്കാനായിട്ട് പറ്റും, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ദൈവം വളരെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ഒരു ദൈവ പൈതൽ വിശ്വസ്തതയോടെ ജോലി ചെയ്യണമെന്ന് ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. അത് ദൈവഹിതത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അത് മുഖാന്തരമാകുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് കൃത്യനിഷ്ഠ. ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഹൃദയപരമാർത്ഥം ഉണ്ടായിരിക്കണം, മറ്റൊന്ന് വിശ്വസ്തരായിരിക്കണം, 3 കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം. നാം വാക്ക് പാലിക്കുന്നവരായിരിക്കണം. നമ്മെ കാത്ത് ആരും വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പാടില്ല. നമ്മളോട് കമ്പനിയുടെ ഓണർ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് 10 മണിക്ക് വരാനായിട്ട് പറഞ്ഞാൽ നാം 10:30 വരെ ആകാനായിട്ട് പാടില്ല. നാം ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും അവിടെ ചെല്ലണം. നാം കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം. അനേക വിശ്വാസികൾ ഈ കാര്യത്തിൽ വളരെ പരാജയമാണ്. ഒരു മീറ്റിംഗ് 10 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പേര് 11:30, 10:30, 11 മണിക്കെല്ലാം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ദൈവമക്കളുടെ ജീവിതത്തിലും ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അവർ കൃത്യനിഷ്ഠയുള്ളവർ ആകണമെന്ന് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, ദൈവത്തിനെന്ന വണ്ണം അത് ക്രിസ്തുവിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം തരുന്നത് ദൈവമാണ്. നമുക്കിപ്പോൾ അതിൻ്റെ പ്രതിഫലം കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഒരു ഉയർച്ചയിലേക്ക് ദൈവം കൊണ്ടുവരും. അവകാശമെന്ന പ്രതിഫലം ദൈവം നമുക്ക് തരും. കൊലോസ്യ ലേഖനം 3-23-24 വാക്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും യേശു കർത്താവിനെ നോക്കുന്നു, യേശു കർത്താവ് അറിയുന്നു. അതുകൊണ്ട് വിശ്വസ്തയോടെ ഈ കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹൃദയപരമാർത്ഥമുള്ളവരായിരിക്കണം, വിശ്വസ്തയുള്ളവരായിരിക്കണം, കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം. എല്ലാവരും ജോലിക്ക് വളരെ വൈകി വരുമ്പോൾ നിങ്ങൾ ഓഫീസിൽ കൃത്യസമയത്ത് തന്നെ എത്തണം. നിങ്ങളെ അവർ പരിഹസിച്ചേക്കാം, നിങ്ങളെ വളരെ മോശമായി സംസാരിച്ചേക്കാം, പക്ഷെ നിങ്ങൾ വാക്ക് പാലിക്കാൻ, നിങ്ങൾ കൃത്യനിഷ്ഠ പാലിക്കുവാൻ ബാധ്യതയുള്ളവരാണ്. കാരണം നീ ദൈവത്തിൻ്റെ ഒരു മകനാണ്, നീ ദൈവത്തിൻ്റെ ഒരു മകളാണ്. മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോലെയല്ല, നീ ഒരു മാതൃകയുള്ളവനായിട്ടിരിക്കുവാൻ തക്കൊണ്ട് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 4-മത്തെ കാര്യം, നാം എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ സന്തോഷത്തോടെ ജോലി ചെയ്യണം. നമ്മുടെ മുഖമെല്ലാം വീർപ്പിച്ച് കിട്ടി ഭയങ്കര നിരാശയോടുകൂടി ചില ദൈവമക്കൾ ജോലിക്കൊക്കെ പോകുന്നത് കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആകെ ഒരു ഇതാണ്. നമ്മുടെ മുഖത്ത് സന്തോഷമുണ്ടായിരിക്കണം. നാം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം. നാം സന്തോഷത്തോടെ ജോലി ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ. മറ്റേ ജയിലിൽ കിടന്ന മനുഷ്യനാണ് പറയുന്നത്. ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ലേഖനം എഴുതുമ്പോൾ പറയാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. സന്തോഷമുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. ഒരു പിറുപിറുപ്പും പരാതിയൊന്നുമില്ലാതെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിൽ നാം ജോലി ചെയ്യണം. നാം സന്തോഷമുള്ളവരായിരിക്കണം. അത് ദൈവം നമ്മളെക്കുറിച്ച് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. നാം സന്തോഷമുള്ളവരായിരിക്കണം. നാം നിരാശപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ഏത് മനുഷ്യനാണ് ഈ ലോകത്തുള്ളത്? എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, സന്തോഷിക്കുവിൻ, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. സ്തോത്രം ചെയ്യുമ്പോൾ സന്തോഷം തന്നെ വന്നോളൂ. അപ്പോൾ നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി സന്തോഷത്തോടെ ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു, എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് തൃശ്ശൂർ ഭാഗത്തായിരുന്നു എൻ്റെ മെയിൻ വർക്ക്.
അപ്പോൾ കണ്ണൂർ ഏരിയയിൽ ഒന്ന് വർക്ക് ചെയ്യാമെന്ന് ഒന്ന് പോയി നോക്കാനായിട്ട് എൻ്റെ കമ്പനിയിലെ ഒരു പാർട്ണർ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ കണ്ണൂർ 2-3 ദിവസം വർക്കിന് പോയി. നല്ല ചൂടുള്ള സമയമായിരുന്നു. അവിടെ ലോഡ്ജിൽ റൂം എടുത്ത് 2 ദിവസം അവിടുത്തെ വേല ചെയ്തു. 3-ാം ദിവസം ഞാൻ അവിടുന്ന് മടങ്ങി വരിക. ഞാൻ അവിടുന്ന് മടങ്ങി വന്ന് ഒരു 4 മണി വരെയും ജോലി ചെയ്ത് വളരെ ടയർഡായി ഞാൻ. അപ്പോൾ ടയർഡായിട്ട് നല്ല ചൂടുള്ള സമയമാണ് അവിടെ. ആ ചൂടോട് കൂടി ഞാൻ വന്ന് ട്രെയിൻ ഇനി ഒരു മണിക്കൂറോടെ ഉള്ളൂ ട്രെയിൻ വരാണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ വരികയാണ്. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് കോൾ വന്നു. ഈ പാർട്ട്ണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബേച്ചേട്ടാ, അവിടെ ഒരു പുതിയ കട വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുത്ത് നിന്ന് ബെൻഡൊക്കെ പൈപ്പ് എടുത്തിരുന്ന ഒരു കടയുണ്ട്. അതിപ്പോൾ നിർത്തിപ്പോയെന്ന് നമുക്കറിയില്ല. അത് ഇന്ന കടയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. ഇന്ന സ്ഥലത്തേക്ക് പോയി ഒന്ന് അന്വേഷിച്ചാൽ അത് അറിയാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ പ്ലാറ്റ്ഫോമിൽ വന്നു സാറില്ല, ഒന്ന് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കാനായിട്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം വളരെ എന്താ പറയുന്നത്, ജോലിയുടെ ഭാരം കാരണം ആ ഒരു കൊടിയ കാലാവസ്ഥ, കടുത്ത ആ ഒരു വേനലിൽ ഞാനത് വരികയാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇപ്പോൾ കട കണ്ടില്ല എന്ന് പറഞ്ഞൊക്കെ വരാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കാനായിട്ട് ഞാൻ തയ്യാറായി. ഞാൻ ഈ 2 ബാഗുണ്ട്, സാമ്പിളും ഇതെല്ലാം പിടിച്ചിരിക്കാൻ എൻ്റെ ഡ്രസ്സെല്ലാം അടങ്ങിയ 2 ബാഗുകളുണ്ട്. ഈ 2 ബാഗും തൂക്കിയെടുത്തിട്ട് വീണ്ടും ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ചുറ്റിക്കറങ്ങേണ്ടതായിട്ട് വന്നു. 1 മണിക്കൂറിനുള്ളിൽ ട്രെയിനും പോകും. അങ്ങനെ ഞാൻ എന്തായാലും ആ കട കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു, അതിപ്പോഴുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ആ കട നിർത്തി, ആ ബെൻഡ് യൂണിറ്റ് അവർ നിർത്തിപ്പോയി, അത് അവിടുന്ന് സ്ഥലം മാറി അവർ പോയി, അതേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അദ്ദേഹം വരുമ്പോൾ ഈ സാമ്പിളും ഈ പ്രൈസ് ലിസ്റ്റും അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട് പറഞ്ഞ് ഞാൻ ആ കടയിൽ ഏൽപ്പിച്ചിട്ട് പോന്നു. എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ ഈ മനുഷ്യൻ പറഞ്ഞ് ഞാൻ അനുസരിച്ചത്. എനിക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ ആ പാർട്ട്ണർ പറഞ്ഞ അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ച നിമിത്തം ഒരു മാസം 1000 രൂപ വെച്ച് എനിക്ക് എക്സ്ട്രാ കിട്ടത്തക്ക നിലയിൽ 1 ലക്ഷം രൂപയുടെ വർക്ക്, കമ്മീഷൻ ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപയുടെ വർക്ക് എല്ലാ മാസവും എനിക്ക് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നു. ഒരു മാസം ഒരു 1000 രൂപ എക്സ്ട്രാ. ഒരു മാസമാണോ 2 ആഴ്ച കൂടുമ്പോഴാണെന്ന് എനിക്കറിയില്ല. അത്രമാത്രം ഓർഡർ ഞാൻ പോയ ആ വ്യക്തി മുഖാന്തരം അയാളെന്നെ വിളിക്കുകയും സംസാരിക്കുകയും അങ്ങനെ എനിക്ക് അവിടുന്ന് നന്നായിട്ട് ചില വർഷങ്ങളോളം തന്നെ എനിക്ക് അവിടുന്ന് ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നാം സന്തോഷമുള്ളവരായി, പരാതിയും പിറുവിറുപ്പും ഇല്ലാതെ സന്തോഷമുള്ളവരായിട്ട് ജോലി ചെയ്യണമെന്ന് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നാം ഹൃദയപരമാർത്ഥമുള്ളവരായിരിക്കണം, നാം വിശ്വസ്തരായിരിക്കണം, കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം, നാം സന്തോഷമുള്ളവരായിരിക്കണം. ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത് അവസാനിപ്പിക്കാം. ഒന്ന്, നാം തീഷ്ണതയോടെ ജോലി ചെയ്യണം. നാം രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം ഏറ്റുപറയണം. ഓരോ പ്രവൃത്തി ദിവസവും ദൈവത്തിൻ്റെതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് സന്തോഷിക്കണം എന്ന് നാം പറയണം. കർത്താവേ, നിന്റെ വാഗ്ദത്തങ്ങളുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണമായി തീർത്തു തരും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അതുപോലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം ദൈവവചനങ്ങളെ ഏറ്റുപറയണം. നമ്മുടെ ഹൃദയത്തിൽ ധൈര്യവും ബലവും ശക്തിയും എല്ലാം അത് മുഖാന്തരം വരുവാൻ അതിടയായിട്ട്. കർത്താവേ, എനിക്ക് മുമ്പായി നീ കടന്നു പോകണമേ കർത്താവേ. ഇന്ന് ഓഫീസിൽ എന്നെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം നീ സോൾവ് ചെയ്യണമേ കർത്താവേ. എനിക്ക് മുമ്പായി അവിടെ ചെന്ന് കോണലാന എല്ലാ വഴികളും നീ നേരെ ആക്കണമേ കർത്താവേ. എനിക്ക് വിരോധമായി ശത്രു കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും നീ അഴിക്കണമേ കർത്താവേ. എല്ലാ കോട്ടകളും നീ ഇടിക്കണമേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വേല ചെയ്യാത്തവൻ തിന്നരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വേല ദൈവത്തിന് പ്രസാദമുള്ള ഒന്നാണ്. വേല കർത്താവിനെ സേവിക്കുന്ന ഒന്നാണ്. കാരണം നാം തൊഴിൽ ചെയ്യുമ്പോൾ കർത്താവിനെ സേവിക്കുകയും കൂടി ചെയ്യുകയാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത് കരുതുകയാണ്. അത് ദൈവനാമത്തിന് മഹത്വം വരുത്തുന്ന ഒന്നാണ്. അപ്പോൾ വേല ചെയ്യുവാൻ മനസ്സിലാത്ത ഒരാളും ഭക്ഷണം കഴിക്കരുതെന്ന് ദൈവവചനത്തിൽ നമുക്ക് രേഖയാക്കി നൽകിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു ആജ്ഞയാണ്, ദൈവ കൽപ്പനയായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. തൊഴിലിന് വലിയ പ്രാമുഖ്യം നാം കൊടുക്കണം. ഇന്നത്തെ പ്രവചന ശബ്ദമെന്ന് പറയുന്നത്, തൊഴിൽ ചെയ്യാതെ ഞാനിപ്പോഴും, എനിക്ക് 62 വയസ്സുണ്ട്, ഞാനിപ്പോഴും ചെറുതായിട്ടൊരു ജോലി ചെയ്തിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷ എല്ലാം ചെയ്യുന്നത്. ഇന്ന് വരെ ദൈവം എന്നെ അതിനായിട്ട് സഹായിച്ചു. അത് എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന രീതിയിലൊരു വർക്ക് എനിക്കുണ്ട്. ഒരു മാസം എനിക്കൊരു ചെറിയ വരുമാനം കിട്ടത്തക്ക രീതിയിലൊരു വർക്ക് എനിക്കുണ്ട്. അതുകൂടാതെ ഞാൻ ചെറിയ പ്ലോട്ടുകളും വാങ്ങി സെയിൽസ് ചെയ്യും. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു, ജയോത്സവമായിട്ട് നടത്തിക്കൊണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാം ചെയ്യുന്നത് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൃത്യനിഷ്ഠതയോടും സന്തോഷത്തോടും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നമ്മുടെ അടുക്കൽ വന്നു ചേരും. നന്മയും കരുണയും നമ്മളെ പിന്തുടരും. ഇന്ന് ഈ വചന കേൾവി നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എൻ്റെ സഹോദരിമാരെ. കാരണം ദൈവ വിളിയിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേല ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ, വേല ചെയ്യാൻ മനസ്സിലാത്തവൻ തിന്നുകയും അരുത്. വേല ചെയ്ത് ഈ നാളുകളിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ദൈവമക്കൾക്കൊരു മാതൃ കാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്ക ഈ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലാ നിലയിലും മഹത്വപ്പെടുമാറാകട്ടെ. അവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മഹത്വമെടുക്കുന്നു. ആമേൻ.